ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കൂടുതലായി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിൻപുറങ്ങളിലേക്ക് വനവിസ്തൃതി വർദ്ധിക്കുക, കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുക, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുക, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് കൂടുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോവുക ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ. ഇതാണ് വേറൊരു വ്യാഖ്യാനമുള്ളത്. ഇതിനകത്ത് ഒരു ഒറ്റ മൃഗം പോലും കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ നോക്കുക എന്നുള്ളത് അസംഭാവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ തന്നെ പ്രവർത്തി. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ജീവി, ഇപ്പൊ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുന്നത് കേരളത്തിലെ ഏത് വന്യജീവിയാണ് എന്ന് ചോദിച്ചാല് അത് പുലിയല്ല, ആനയല്ല, കടുവയല്ല, കരടിയല്ല, കാട്ടുപന്നിയല്ല, അത് പാമ്പാണ്. ഈ പാമ്പ് കാട്ടിൽ മാത്രമല്ല നാട്ടിലും ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നത് പാമ്പ് കടി കാരണമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്തിട്ടുള്ളത്? ഇന്നിപ്പോ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 3-4 വർഷം മുന്നേ ഒക്കെ ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുക എന്നുള്ള ഒറ്റ ഓപ്ഷനാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് എല്ലാ ജില്ലകളിലും ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ നമ്പേഴ്സ് വ്യാപകമായിട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്റെയോ നിങ്ങളുടെ വീട്ടിനകത്തൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേർന്നൊരു പാമ്പ് വന്നാൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം അത് ആ നമ്പറിൽ വിളിക്കുക എന്നുള്ളതാണ്. അവർ വരും, അതാണ് ഏറ്റവും സേഫ് ആയിട്ട് അതിനെ എടുക്കുകയും അത് കൊണ്ടുപോവുകയും ചെയ്യും. വളരെ വലിയ ഒരു കുറവാണ് പാമ്പ് കടി ഏറ്റു മരിക്കുന്ന കാര്യത്തിൽ ഇന്നിപ്പോ കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇനി മറ്റു ജീവികളിലേക്ക് വരാം. കാട്ടുപന്നിയുടെ കേസ് എടുത്താൽ ഞാൻ പറയാം, കാട്ടുപന്നിയെ നമ്മൾ കാട്ടിൽ നിന്ന് ക്ഷണിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് അവസ്ഥ. കാരണം കാട്ടിനകത്ത് അവർ നേരിടുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അവരെ കുഞ്ഞുങ്ങളെ കുറുക്കൻ തിന്നാം, ചെന്നായ പിടിക്കാം, അല്ലെങ്കിൽ പുലി പിടിക്കാം, ഭീഷണികളുണ്ട്, ഭക്ഷണം കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ മോശമായതുകൊണ്ട് ധാരാളമായിട്ട് അവർക്ക് ഭക്ഷണം റോഡരികിൽ തന്നെ കിട്ടും. ഫാമുകളുണ്ട്, കോഴി ഫാമുകളുണ്ട്, പന്നി ഫാമുകളുണ്ട്. അവിടെയൊക്കെ ധാരാളം വേസ്റ്റ് അവർക്ക് കിട്ടും. അവർക്ക് ഒളിച്ച് താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്. റബ്ബറിന്റെ വില കുറഞ്ഞോടുകൂടി റബ്ബറിന്റെ അടിക്കാടുകൾ വെട്ടുന്നത് നിർത്തി. അതൊക്കെ ധാരാളം മതി പന്നിക്കൂട്ടങ്ങൾക്ക് ജീവിക്കാൻ. ധാരാളം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എണ്ണ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാട് ഇല്ലാത്ത ജില്ലയായ ആലപ്പുഴയിൽ വരെ കാട്ടുപന്നി എത്തിക്കഴിഞ്ഞു. ഇത് കാട്ടുപന്നിയുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മള് നമ്മുടെ നാടിനെ മാനേജ് ചെയ്യുന്നതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്. മറ്റേതൊരു ജീവി എടുത്തു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാവുക, വെള്ളം കിട്ടാൻ പറ്റുക, ഭക്ഷണം കിട്ടാൻ പറ്റുക. ആ തരത്തിൽ കാടിന്റെ ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. അവർക്ക് വലിയ സ്പേസ് ആവശ്യമുള്ള ജീവജാലങ്ങൾക്ക് ആ സ്പേസ് ഓക്കുപൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ കാടുകൾ തമ്മിലുള്ള കൊറിഡോറുകൾ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ കാലാവസ്ഥയിൽ മാറ്റം വരുന്ന സമയത്ത്, വെള്ളം ഇല്ലാതെ വരുന്ന സമയത്ത് അവർക്ക് ജലലഭ്യത ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. അവരിലെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, പണ്ടൊക്കെ നമ്മൾ പറയാ ആനകളുടെ കാര്യത്തിൽ കൊമ്പൻ ആനകൾ ഒരു 12-13 വയസ്സായാലും ഒരു കൂട്ടം വിട്ടു പോവുകയും ഒറ്റാനായിട്ടാണ് അവർ ജീവിക്കുക. അവര് ശേഷം എണ്ണച്ചേരേണ്ട സമയത്ത് മാത്രമാണ് അവര് കൂട്ടങ്ങളുടെ അടുത്ത് എത്തുണ്ടാവുക. ആ കാലം കഴിഞ്ഞു. ഇപ്പം ഭാരതപ്പുഴയിൽ ഒരിക്കൽ 3 കൊമ്പനാനകളാണ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഭാരതപ്പുഴയിലൂടെ സഞ്ചരിച്ചത്. വളരെ കഷ്ടപ്പെട്ട് നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് അതിനെ തിരിച്ച് കാട് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ 5 കൊമ്പനാനകളുടെ ഒരു ഗ്രൂപ്പാണ് പുറത്തേക്ക് വന്നു. അപ്പൊ അവരെ ബിഹേവിയറിൽ മാറ്റം വന്നു കഴിഞ്ഞു. ഓൾ മെയിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവാൻ തുടങ്ങി, കൂടുതൽ റിസ്ക് എടുക്കാൻ തുടങ്ങി. അവർക്ക് കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കാടിന് പുറത്ത് കിട്ടും. അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി റിസ്ക് എടുക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള സട്ടിലായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഈ എളുപ്പവഴി ക്രിയ ചെയ്യാന്നുള്ളത് പോലെ കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും കാട്ടിൽ തന്നെ ജീവിച്ചോളൂ, ഒരാൾ പുറത്തേക്ക് ഇറങ്ങരുത്, ഞങ്ങൾ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് കയറി വരും എന്നുള്ള ഒരു നിലപാടിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല.